ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെ നടക്കും. ഫെബ്രുവരി 23 ദുബായിലാണ് ഇന്ത്യ പാകിസ്ഥാനെ നേരിടുക. ഫൈനൽ മാർച്ച് 9 ലാഹോറിലാണ് നിശ്ചയിച്ചതെങ്കിലും ഇന്ത്യ കലാശപ്പോരിന് അർഹത നേടിയാൽ മത്സരം ദുബായിലേക്ക് മാറ്റും. കറാച്ചി, ലാഹോർ, റാവൽപിണ്ടി എന്നീ 3 വേദികളിലായി പാകിസ്ഥാൻ 10 മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് നടക്കുക. 8 ടീമുകളെ 4 വീതമുള്ള 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുകയാണ്. ആദ്യ 2 സ്ഥാനക്കാർ ലാഹോറിലും റാവൽപിണ്ടിയിലും നടക്കുന്ന സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും. ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുള്ളത്. സ്വന്തം മണ്ണിൽ കിരീടം നിലനിർത്താൻ ലക്ഷ്യമിടുന്ന പാകിസ്ഥാന്റെ മത്സരങ്ങൾ റാവൽപിണ്ടി, കറാച്ചി, ദുബായ് എന്നിവിടങ്ങളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 3ാം തവണയും ട്രോഫി നേടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. 2002 ശ്രീലങ്കയ്ക്കൊപ്പം ട്രോഫി പങ്കിട്ട ഇന്ത്യ 2013 ചാമ്പ്യനായിരുന്നു. ഫെബ്രുവരി 20 ഇന്ത്യയുടെ ആദ്യ മത്സരം. ഗ്രൂപ്പ് മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുക. 2ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഫെബ്രുവരി 23 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. മാർച്ച് 2 ന്യൂസിലാൻഡുമായാണ് 3ാമത്തെയും അവസാനത്തെയും ഗ്രൂപ്പ് മത്സരം. ഇന്ത്യ യോഗ്യത നേടിയാൽ മാർച്ച് 4 ഇതേ വേദിയിൽ സെമി ഫൈനലും 9 കലാശ പോരാട്ടവും അരങ്ങേറും. കഴിഞ്ഞ 2 തവണയും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിയിരുന്നു. 2013 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത്. 2017 ഓവലിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഫൈനലിൽ പരാജയപ്പെട്ടു. ഇത്തവണ ഇന്ത്യ സെമിയിലേക്ക് യോഗ്യത നേടിയാൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളിലൊന്നിനെയാണ് നേരിടേണ്ടത്. ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് കൂടുതൽ തവണ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത്. 2011 ലോകകപ്പിന് ശേഷം 50 ഓവർ ഫോർമാറ്റിൽ കളിച്ച എല്ലാ ടൂർണമെന്റുകളിലും ഇന്ത്യ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. സമീപകാലങ്ങളിൽ ICC ഏകദിന ട്രോഫികളിലെല്ലാം ശ്രദ്ധേയമായ റെക്കോർഡുണ്ട്. 2013 ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യ 2015 2019 ലോകകപ്പ് സെമി ഫൈനലിൽ കളിച്ചത്. 2017 2023 ഫൈനലിലെത്തി.